Professional Ethics, Module 3, Engineering as Social Experimentation. Before manufacturing a product or providing a project, we make several assumptions and trials, design and redesign and test several times till the product is observed to be functioning satisfactorily. അതായത് ഇപ്പോൾ നമ്മൾ ഏതൊരു എഞ്ചിനീയറിങ്ങിൻ്റെ ഏതൊരു പ്രൊജക്റ്റിലായാലും നമ്മൾ ഒരുപാട് ഡിസൈൻ ആൻഡ് റീഡിസൈൻ ചെയ്യുന്നുണ്ട്, അതേമാതിരി ഒരുപാട് ട്രയൽസ് നടത്തുന്നുണ്ട്, ഒരുപാട് അസംഷൻസ് നടത്തുന്നുണ്ടെന്നാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വീടിൻ്റെ ഡിസൈൻ, അതിൻ്റെ പ്ലാൻ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഏതൊരു എഞ്ചിനീയർ വരച്ച് കൊണ്ട് നമ്മൾ ആർക്കാണോ നമ്മൾ ആ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളുടെ അടുത്ത് ചെന്നാൽ ഒരിക്കലും അയാൾ ഫസ്റ്റ് പ്ലാൻ കണ്ടിട്ട് ആൾ സാറ്റിസ്ഫാക്ടറി ആവില്ല. അവിടെ എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ റീഡിസൈൻ ചെയ്യേണ്ടി വരും, എന്തെങ്കിലുമൊക്കെ മാറ്റി കൊടുക്കേണ്ടിയൊക്കെ വരും. അത് പ്ലാൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മിക്സ് ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആയാലും ചേഞ്ചസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ ബീമോ കോളോ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ഡിസൈനിങ്ങിൽ പോയി ആ ഒരു ഡിസൈനിങ്ങിൽ എത്തിയാലും അവിടെയും നമ്മൾ ഫസ്റ്റ് തന്നെ ഡിസൈൻ ചെയ്യുന്നതിൽ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല. നമ്മൾ വീണ്ടും അത് ഇപ്പോൾ നമ്മൾ ക്ലാസ്സിലായാൽ പോലും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ വീണ്ടും റീഡിസൈൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് എൻജിനീയറിങ്ങിൻ്റെ ഏതൊരു പ്രൊജക്റ്റും. ആദ്യത്തെ ഇപ്പോൾ എന്തെങ്കിലും ഇൻവെൻറ്റ് ചെയ്യുന്നൊരു സംഭവം ആയിക്കോട്ടെ, ഇപ്പോൾ ആദ്യമായിട്ട് മൊബൈൽ കണ്ടുപിടിച്ചപ്പോൾ സക്സസ് ആയിരിക്കില്ല. അവിടെ ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ട് അതിന് ശേഷമായിരിക്കും നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഫോണിലേക്ക് നമ്മൾ എത്തിയത്. അപ്പോൾ ഏതൊരു പ്രൊജക്റ്റ് വർക്കിലും ഒരുപാട് അസംഷൻസും ട്രയൽസും കഴിഞ്ഞ് അവരത് ഡിസൈൻ ചെയ്ത് റീഡിസൈൻ ചെയ്തിട്ടാണ് നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന പോലത്തെ ഫോണായാലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്തൊരു മെഷീൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തൊരു വസ്തു ആയിക്കോട്ടെ അതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഒരുപാട് ഡിസൈനും റീഡിസൈൻസും ഒക്കെ കഴിഞ്ഞിട്ടാണ്. വി ട്രൈ ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ആൻഡ് എക്സ്പെരിമെൻറ്റ്. ഒരുപാട് ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ റിസൾട്ട് കിട്ടിയില്ല, അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൻ്റെ മറ്റൊരു എക്സ്പെരിമെൻറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതേപോലെ ആദ്യത്തെ മെറ്റീരിയലിൽ ഒരുപാട് ഡ്രോബാക്സ് ഉണ്ടാകുന്നു, അപ്പോൾ നമ്മൾ വേറൊരു മെറ്റീരിയൽ ചൂസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഫ്രം ദ ടെസ്റ്റ് ഡാറ്റ ഒബ്റ്റെയിൻഡ് വി മേക്ക് ഡീറ്റെയിൽഡ് ഡിസൈൻ ആൻഡ് റീടെസ്റ്റ്. നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ടെസ്റ്റ് ഡാറ്റയിൽ തന്നെ കിട്ടുന്ന ഡിസൈനിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആ ഡിസൈൻ മറ്റൊരു ഡിസൈനിലേക്കായിട്ട് നമ്മൾ റീടെസ്റ്റ് ചെയ്യുന്നു. സെവറൽ റീഡിസൈൻസ് ആർ മെയ്ഡ് അപ്പോൺ ദ ഫീഡ്ബാക്ക്. അതായത് നമുക്ക് ഓരോ ഫെയിലിയേഴ്സിലും നമുക്ക് ഓരോ നോളജ് കിട്ടുന്നുണ്ട്. ആ ഫീഡ്ബാക്ക് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ഓവർകം ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ അടുത്ത ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് നോളജ്, അതായത് എവിടേക്കാണ് ഫെയിലിയർ വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള നോളജും നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി എൻജിനീയറിംഗ് ആൻഡ് സോഷ്യൽ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എൻജിനീയേഴ്സ് കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഇൻവെൻറ്റ് ചെയ്യുന്ന ഏതൊരു പ്രൊഡക്റ്റും അത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഹ്യൂമൻസിന് ഉപകാരമാകുന്ന രീതിയിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് സോഷ്യൽ എക്സ്പെരിമെൻ്റ് ആണ്. അതായത് ഹ്യൂമനെ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിനെ നേച്ചറിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എൻജിനീയറിംഗ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ എൻജിനീയർ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ എക്സ്പെരിമെൻറ്റേഷൻ ആണ്. അതായത് സൊസൈറ്റിയാണ് അത് എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളായിട്ട് തന്നെ ഒരു എക്സ്പെരിമെൻറ്റേഷൻ, അതായത് എൻജിനീയർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻറ്റേഷൻ ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു എൻജിനീയറിംഗ് പ്രോജക്റ്റിൻ്റെ ഫ്ലോ ചാർട്ട് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ നമ്മളൊരു വസ്തു ഡിസൈൻ ചെയ്തു, അതിൻ്റെ ഫാബ്രിക്കേഷൻ, അസംബ്ലി, ഫിസിക്കൽ ടെസ്റ്റ്, സിമുലേഷൻ, അത് ഏത് എക്സ്പെരിമെൻറ്റ് അല്ലെങ്കിൽ ഏത് പ്രൊജക്റ്റ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ലബോറട്ടറി ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റോ അല്ലെങ്കിൽ സിമുലേഷൻസോ, ഇനി വീട് പണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അസംബ്ലി, ഇപ്പോൾ മെഷീൻസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാബ്രിക്കേഷൻസ്, അസംബ്ലി ഒക്കെ വരും. അപ്പം ഡിസൈൻ ചെയ്തു, ദെൻ ഫാബ്രിക്കേഷനോ അസംബ്ലിയോ ഫിസിക്കൽ ടെസ്റ്റോ സിമുലേഷനോ, ഇനി അവിടെ ആ സിമുലേഷനിലൊക്കെ സക്സസ് ആയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റീഡിസൈനിലേക്ക് പോകുന്നു. ആ ഡോട്ടർ ലൈൻ കാണിക്കുന്നത് നമ്മൾ ചെയ്ത പ്രൊജക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഫെയിൽ ആവുന്നു. ദെൻ വീണ്ടും നമ്മൾ ഫസ്റ്റ് ഡിസൈനിലോട്ട് പോകുന്നു. ദെൻ നമുക്ക് ആ ഡിസൈനിൽ എന്താണ് ഫെയിലായെന്ന് മനസ്സിലായി, നമ്മൾ വീണ്ടും താഴോട്ട് പ്രോട്ടോടൈപ്പോ മോഡൽ സ്റ്റഡി അല്ലെങ്കിൽ പൈലറ്റ് പ്ലാനിലോട്ട് പോകുന്നു. അവിടെയും ഫെയിലാവുന്നു, വീണ്ടും ഡിസൈൻ, ദെൻ ഫൈനൽ ഡിസൈനിലോട്ട് എത്തുന്നു.
ഫൈനൽ ഡിസൈനിൽ എന്തായാലും നമ്മൾ ഒരിക്കലും ഫെയിൽ ആവുന്നില്ല കേട്ടോ. അതിനുശേഷം മാനുഫാക്ചർ ചെയ്യുമ്പോൾ മാനുഫാക്ചറിങ് ഡിഫക്ട്സുകൾ വരുന്നു, അതെന്തുകൊണ്ടാണെന്നുള്ള സ്റ്റഡി നടത്തുന്നു. ദെൻ വീണ്ടും റീഡിസൈൻ, ദെൻ എല്ലാം കഴിഞ്ഞ് ഫീൽഡിലോട്ട് നമ്മൾ വെക്കുന്നു. അപ്പോഴും ഇനി അത് നമുക്ക് മനുഷ്യർക്ക് എത്തിക്കുമ്പോൾ അവർക്ക് പീപ്പിൾസിന് എല്ലാ റിക്വയർമെൻ്റ് ആവുന്നില്ല. അപ്പോൾ വീണ്ടും നമ്മൾ റീഡിസൈൻ ചെയ്ത് ടെക്നോളജി ഡെവലപ്ഡ് ആയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ഫോണിലൊന്നുമല്ല നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഒരുപാട് റീഡിസൈൻ ചെയ്തു. നമ്മൾ ഹ്യൂമണിന് ഇനിയും ആവശ്യങ്ങൾ കൂടി വരുന്നു. സോ ഇനിയും റീഡിസൈൻസ് മൊബൈൽസിൻ്റെ കേസിലായാൽ പോലും നടന്നുകൊണ്ടിരിക്കും. സോ എന്തിൻ്റെ കേസിലും അങ്ങനെ ഡിസൈൻ വരുന്നു, റീഡിസൈൻ വരുന്നു. അതൊരു സോഷ്യൽ എക്സ്പെരിമെൻറ്റേഷൻ ആയിട്ട് ഇപ്പോഴും എൻജിനീയറിംഗ് പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി എൻജിനീയറിംഗ് പ്രോജക്റ്റ് വേഴ്സസ് സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റ്. സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാബിൽ നടത്തുന്ന സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റ്, അതായത് ഒരുപാട് പ്രൊസീജിയേഴ്സ്, അത് ആ ഒരു പ്രൊസീജിയേഴ്സിൽ തന്നെ പോകണം. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ ഇത്തരം റിസൾട്ടുകളായിരിക്കണം വരേണ്ടത്. അതാണ് സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻ്റ്. ഒരു എക്സാമ്പിൾ എടുത്താൽ നമുക്ക് ഈ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം അല്ലെങ്കിൽ ഫൈനൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെൻറ്റോ, അല്ലെങ്കിൽ വേറെ ഒരുപാട് ലാബിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റീലിൻ്റെ ടെൻഷൻ ടെസ്റ്റ്, അതിൻ്റെയൊക്കെ റിസൾട്ട് ഇത്രയിൽ വരും എന്നുള്ളത് നമുക്ക് കൺഫേംഡ് ആണ്. അതിന് സ്റ്റാൻഡേർഡ് ഇങ്ങനെ തന്നെ ചെയ്യണം, ഇത്ര ലോഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഇത്ര പെനിട്രേഷൻ കൊടുക്കണം, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ആ ഒരു സംഭവമാണ് സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റ്. ആ സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റുകളും ഇത് പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ബേസിസിൽ പറഞ്ഞത്. അല്ലാതെ ഇപ്പോൾ ഒരുപാട് ലാബിൽ, ഇപ്പോൾ മെഡിക്കൽ ലാബുകളിൽ നടക്കുന്ന ടെസ്റ്റുകളുണ്ട്, നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾ, അതേപോലത്തെ ഒരുപാട് ടെസ്റ്റുകൾ. അപ്പോൾ അത്തരം എക്സ്പെരിമെൻറ്റുകളും എൻജിനീയറിംഗ് പ്രൊജക്റ്റുകളും തമ്മിലുള്ള ഡിഫറൻസസ് അല്ലെങ്കിൽ സിമിലാരിറ്റീസസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. സിമിലാരിറ്റീസിൽ വരുന്നതാണ് പാർഷ്യൽ ഇഗ്നോറൻസ്, അൺസർട്ടനിറ്റി, കണ്ടിന്യൂസ് മോണിറ്ററിങ്, ലേണിംഗ് ഫ്രം ദ പാസ്റ്റ് ഒക്കെ. ഇനി കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിഫറൻസസ്, അതിൽ വരുന്നതാണ് എക്സ്പെരിമെൻ്റൽ കൺട്രോള്, ഹ്യൂമൻ ടച്ച്, ഇൻഫോംഡ് കോൺസെൻറ്റ് ആൻഡ് നോളജ് ഗെയിൻഡ്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിലേക്ക് പോവാം. എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റ് വേഴ്സസ് സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റ്. വി ഷാൽ നൗ കമ്പയർ ദ ടു ആക്ടിവിറ്റീസ് ആൻഡ് ഐഡൻറ്റിഫൈ ദ സിമിലാരിറ്റീസ് ആൻഡ് കോൺട്രാസ്റ്റസ്. ഫസ്റ്റ് വൺ, സിമിലാരിറ്റി. ആ സിമിലാരിറ്റിയിൽ ആദ്യത്തെയാണ് പാർഷ്യൽ ഇഗ്നോറൻസ്. ദ പ്രൊജക്റ്റ് ഈസ് യൂഷ്വലി എക്സിക്യൂട്ടഡ് ഇൻ പാർഷ്യൽ ഇഗ്നോറൻസ്. അൺസർട്ടനിറ്റി എക്സിസ്റ്റ് ഇൻ ദ മോഡൽ അസ്യൂംഡ്. The behavior of material purchased is uncertain and not constant, that is certain. They may vary with suppliers, processed lot, time, and the process used in shaping of materials. ഓക്കെ, പാർഷ്യൽ ഇഗ്നോറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻജിനീയറിംഗ് പ്രൊജക്റ്റിലായിക്കോട്ടെ, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റിലായിക്കോട്ടെ, രണ്ടിലും പാർഷ്യൽ ഇഗ്നോറൻസ് നടക്കുന്നുണ്ട്. അതായത് ഇപ്പം എല്ലാം കൺസിഡർ ചെയ്തിട്ടായിരിക്കണം എന്നില്ല നമ്മൾ ഒരു പ്രൊജക്റ്റിലോട്ട് കടക്കുന്നത്, അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെൻറ്റിലോട്ട് പോകുന്നത്. ഒരുപാട് അസംഷൻസ് നമ്മൾ അതിൻ്റെ, ഇപ്പോൾ നമ്മൾ ലാബിൽ ചെയ്യുമ്പോഴായാലും ഹൂക്സ് ലോ ഇതാകുന്നുണ്ട്, അല്ലെങ്കിൽ സർഫസസ് ഹൊറിസോണ്ടലി ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഒരുപാട് അസംഷൻസ് മെയ്ഡ് ചെയ്തിട്ടാണ് എൻജിനീയറിംഗ് പ്രൊജക്റ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻ്റ് ആയിക്കോട്ടെ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് കേസസിലും, എൻജിനീയറിംഗ് എക്സ്പെരിമെൻറ്റിലും സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റിലും പാർഷ്യൽ ഇഗ്നോറൻസ് നമുക്ക് കാണാൻ പറ്റും. അടുത്താണ് അൺസർട്ടനിറ്റി. ദ ഫൈനൽ ഔട്ട്കം ഓഫ് പ്രൊജക്റ്റ് ആർ ഓൾസോ അൺസർട്ടൈൻ ആസ് എൻ എക്സ്പെരിമെൻറ്റ്. സംടൈംസ് അൺഇൻറ്റൻഡഡ് റിസൾട്ട്, സൈഡ് എഫക്ട്സ് ആൻഡ് അൺസേഫ് ഓപ്പറേഷൻ ഹാവ് ഓൾസോ ഒക്കേർഡ്. അതായത് അൺസർട്ടനിറ്റി, റിസൾട്ട്സിലുണ്ടാവുന്ന അൺസർട്ടനിറ്റി സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റിലും ഉണ്ടാവാറുണ്ട്, അതേപോലെ തന്നെ എൻജിനീയറിംഗ് എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ എൻജിനീയറിംഗ് പ്രൊജക്റ്റിലും നമുക്ക് ഒരേപോലെ കാണാൻ സാധിക്കും. അതിപ്പോൾ അൺസർട്ടനിറ്റി റിസൾട്ടിൽ മാത്രമല്ല, അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അൺഇൻറ്റൻഡഡ് റിസൾട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ അൺസേഫ് ഓപ്പറേഷൻ, അതേപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് റിസ്കുകളും ഉണ്ടാവാറുണ്ട്. അതായത് ഇപ്പോൾ ലീക്കേജ് ഓഫ് ന്യൂക്ലിയർ റേഡിയേഷൻ ഓഫ് എൻ ആറ്റോമിക് പവർ പ്ലാന്റ്, പ്രസൻസ് ഓഫ് പെസ്റ്റിസൈഡ്സ് ഇൻ ഫുഡ് ഓർ സോഫ്റ്റ് ഡ്രിങ്ക് ബോട്ടിൽസ്, അതേപോലത്തെ കേസസ് അതൊക്കെ അൺസർട്ടനിറ്റിയുടെ താഴെ വരുന്നതാണ്. ഇത് എൻജിനീയറിംഗ് പ്രൊജക്റ്റിലും ഉണ്ടാവാം, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റിലും ഒരേപോലെ തന്നെ കാണാൻ സാധിക്കും.
ദെൻ തേർഡ് വൺ ആണ് കണ്ടിന്യൂസ് മോണിറ്ററിങ്. കണ്ടിന്യൂസ് മോണിറ്ററിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ആ ഒരാൾ ആ ഒരു പ്രൊജക്റ്റിലേക്ക് കാല് വെക്കുമ്പോൾ മുതൽ ആ ഫൈനൽ ഔട്ട്കം കിട്ടുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു മോണിറ്ററിങ് ഉണ്ടായിരിക്കണം. അതിപ്പോൾ നമ്മുടെ ലബോറട്ടറി എക്സ്പെരിമെൻറ്റിലായാലും നമ്മൾ ലാബിലേക്ക് എന്ത് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോകുമ്പോഴായാലും നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വയ്ക്കുന്നു. അത് അതേ രീതിയിൽ തന്നെ ചെയ്യുന്നു. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളൊരു നോളജ് നമുക്ക് ഉണ്ടാവും. ഇത്രയൊക്കെ ആയിരിക്കണം അതിൻ്റെ റിസൾട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇത്രയൊക്കെ ആയിരിക്കണം അതിൻ്റെ ലിമിറ്റ് എന്നുള്ളത് അറിഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ ലാബിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ ഇത്രയായിരിക്കണം, പ്രൊസീജിയർ ഇങ്ങനെയായിരിക്കണം, എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് കണ്ടീഷൻ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. ആ നോളജൊക്കെ സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റിലായാലും എൻജിനീയറിംഗ് പ്രൊജക്റ്റിലായാലും ഒരേപോലെ കാണാം. അടുത്താണ് ലേണിംഗ് ഫ്രം ദ പാസ്റ്റ്. എൻജിനീയേഴ്സ് നോർമലി ലേൺ ഫ്രം ദെയർ ഓൺ പ്രയർ ഡിസൈൻ and infer from the analysis of operation and results, and sometimes from the reports of other engineers. അതായത് ലേണിംഗ് ഫ്രം ദ പാസ്റ്റ്. ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ ഇന്നോവേറ്റഡ് വേർഷൻ ആവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും കണ്ടുപിടിച്ച പ്രൊജക്റ്റിൻ്റെ ഇന്നോവേറ്റഡ് വേർഷനോ അങ്ങനെ എന്ത് കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്റ്റിൽ നമ്മൾ കണ്ടുപിടിച്ചാണെങ്കിൽ നമ്മുടെ തന്നെ ആയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഒരുപാട് നോളജസ് ഉണ്ടാവാം. അല്ലെങ്കിൽ മറ്റൊരാൾ കണ്ടുപിടിച്ചതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി എന്തൊക്കെ പ്രൊസീജിയേഴ്സിലൂടെയാണ് കണ്ടുപിടിച്ചത്, അത്തരം നോളജ് കോഡൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് ആണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മുടെ സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മൾ ഓരോരുത്തർ ലാബിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ ടീമുകാർക്ക് കിട്ടിയ വാല്യൂ എന്തായിരുന്നു, അവരെങ്ങനെയൊക്കെയാണ് ചെയ്തത്, അതൊക്കെ നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവുക. അതേപോലെ തന്നെ എൻജിനീയറിംഗ് പ്രൊജക്റ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു ഇൻവെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ, ഇങ്ങനെയൊക്കെ രീതിയിലുള്ളൂ നമ്മൾ വിചാരിച്ച് പോയി കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടണമെന്നൊന്നുമില്ല. നമുക്ക് കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടണം, ടൈം ലാപ്സ് കുറയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പാസ്റ്റിൽ, അതായത് മറ്റാരെങ്കിലും ചെയ്ത പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെ നോക്കി പഠിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി റെഫർ ചെയ്യണം. അതാണ് ലേണിംഗ് ഫ്രം ദ പാസ്റ്റ്. അത് രണ്ടിലും ഒരേപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ചില സമയത്ത് അത് ഫ്രീക്വൻ്റ്ലി നടക്കണം എന്നൊന്നുമില്ല. അതായത് ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഹാപ്പൻ ഫ്രീക്വൻ്റ്ലി. അതായത് ദ ആബ്സെൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ചാനൽസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നമുക്കുണ്ടാവുന്ന ചിലപ്പോൾ നമ്മൾ മറ്റൊരാളിൽ നിന്നാണ് നമ്മൾ പ്രൊജക്റ്റ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയോടുണ്ടാകുന്ന പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ, ഈഗോ ഇൻ നോട്ട് സീക്കിങ് ഇൻഫോർമേഷൻ. അതായത് ആ ഒരു വ്യക്തിയിൽ നിന്ന് ഇൻഫോർമേഷൻ ഞാൻ കളക്ട് ചെയ്യുമ്പോൾ എനിക്കെന്തോ നോളജില്ല, ആ ഒരു കാര്യങ്ങളിൽ എനിക്ക് അറിവില്ലാവില്ല എന്ന് ആ വ്യക്തി വിചാരിക്കുമോ എന്നുള്ളൊരു ഈഗോ. അതേപോലെ തന്നെ ഗിൽട്ടി, ഫെയിലിയർ ആയാൽ അതുണ്ടാവുന്ന ഗിൽട്ടീസസ്, അതൊക്കെ വലിയൊരു ഫെയിലിയറിലേക്ക് നമ്മൾ ലീഡ് ചെയ്യുന്നു. അതിനൊരു എക്സാമ്പിളാണ് ടൈറ്റാനിക്കിലെ ആ ആക്സിഡൻ്റ് എന്ന് പറയുന്നത്. അതായത് അവിടുത്തെ രണ്ട് കേസസാണ്. ഒന്ന് ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള ലൈഫ് ജാക്കറ്റ്, ലാക്ക്ഡ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് ലൈഫ് ജാക്കറ്റ്, ആൻഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഹൈഡ്രോളിക് സിസ്റ്റം വാൽവ്സ് ഹാഡ് ബീൻ ദ ക്രിട്ടിക്കൽ കമ്പോണൻറ്റ്സ് ദാറ്റ് ആർ ലീസ്റ്റ് റിലയബിൾ. ദ കൺഫ്യൂഷൻ ഓൺ നോയിങ് വെദർ ദ വാൽവ് വാസ് ഓപ്പൺ ഓർ ക്ലോസ്ഡ് വാസ് കോസ് ദ 3 Mile Island accident in 1979. അതായത് എവിടെയായിരുന്നു വാൽവ് എന്നുള്ളത് അത് കൺസ്ട്രക്ട് ചെയ്ത അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്ത ആ ഒരു എഞ്ചിനീയറിന് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. മറ്റു വ്യക്തികൾ അത് ചോദിച്ചില്ല എന്നുള്ളതോ അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് ചെയ്ത എഞ്ചിനീയർ അത് പറഞ്ഞു കൊടുത്തില്ല. ആ ഒരു ബേസിസിൽ ഏത് വാൽവ് ഓപ്പൺ ചെയ്യണം, ഏത് വാൽവ് ക്ലോസ് ചെയ്യണം എന്നറിയാതിരുന്നു. അതേപോലെ നമ്പർ ഓഫ് ലൈഫ് ജാക്കറ്റും ഉണ്ടായിരുന്നില്ല. അത് രണ്ടുമായിരുന്നു മെയിനായിട്ട് ടൈറ്റാനിക്കിൻ്റെ ആ ഒരു ആക്സിഡൻറ്റിലോട്ട് ലീഡ് ചെയ്തിരുന്നത്. അപ്പോൾ നോളജ് ഫ്രം ദ പാസ്റ്റ് അല്ലെങ്കിൽ മറ്റൊരാളുടെ നോളജ് ചോദിക്കുന്നത് കൊണ്ട് എൻജിനീയറിംഗ് പ്രൊജക്റ്റിനായാലും സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റിനായാലും സക്സസ്സേ ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ അടുത്തത് ഇപ്പോൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ എൻജിനീയറിംഗ് പ്രൊജക്റ്റ് വേഴ്സസ് സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റിൻ്റെ കോൺട്രാസ്റ്റസ് ആണ്. അതായത് the scientific experiment in the laboratory and the engineering experiment in the field exhibit several contrasts as listed below. First one, experimental control. In standard experiment,
Members for study are selected into two groups, namely A and B, at random. Group A are given special treatment. The group B is given no treatment and is called the controlled group. But they are placed in the same environment as the other group A. This process is called the experimental control. അതായത് സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻ്റൽ കൺട്രോൾ പ്രോബ്ലമാണ്, എക്സ്പെരിമെൻ്റൽ കൺട്രോൾഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പം നമുക്ക് കറണ്ട് സിറ്റുവേഷനിൽ ഇപ്പോൾ ഒരുപാട് പേര് വാക്സിൻ എടുത്തവരുണ്ട്, ഒരുപാട് പേര് വാക്സിൻ എടുക്കാത്തവരുണ്ട്. ഇപ്പോൾ നമുക്ക് വാക്സിൻ എടുത്തവരെ എ എന്നും വാക്സിൻ എടുക്കാത്തവരെ ബി എന്ന് പറയുന്ന കാറ്റഗറീസിലും ചെയ്യാം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ എന്താ, സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തവരാണ്, അതായത് വാക്സിനേറ്റഡ് ആയിട്ടുള്ളവരാണ്. ബി എന്ന് പറഞ്ഞാൽ വാക്സിൻ ചെയ്യാത്തവർ. ഈ രണ്ടാൾക്കാരെ ഒരേ എൻവയോൺമെൻറ്റിലോട്ട്, അതായത് പുറത്തോട്ട് ഇങ്ങനെ വിടുകയാണ്. അപ്പോൾ അതൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ഇവരിൽ എങ്ങനെയായിരിക്കും വാക്സിൻ ചെയ്തവർക്ക് കോവിഡ് വന്നാലുണ്ടാവുക, അല്ലെങ്കിൽ കോവിഡിനെ എത്രത്തോളം റെസിസ്റ്റ് ചെയ്യുന്നുള്ളതൊക്കെ ഒരു ലബോറട്ടറി എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അവരാണ് തീരുമാനിക്കുന്നത് എങ്ങനത്തെവർക്ക് കൊടുക്കണം. അതായത് ഇപ്പോൾ പറയുന്നുണ്ട് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് 18 വയസ്സിന് മേലുള്ളവർക്ക് മാത്രമാണ് വാക്സിൻ എഫക്റ്റ് ചെയ്യുന്നത്, കുട്ടികൾക്കുള്ള വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. അതായത് ആ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നവർ തീരുമാനിക്കും അത് ആർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കണം എന്നുള്ളത്. എന്നാൽ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോൺ യൂസ് ചെയ്താൽ ഈ മൊബൈൽ ഫോൺസൊക്കെ 18 വയസ്സിന് മേലുള്ളവർ മാത്രം ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ ഏജ് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ ആവില്ല. ഒരു എൻജിനീയർ എന്ത് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചാലും അത് ഇത്ര ഏജുകാർക്കുള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളവർക്ക് മാത്രം ഇത് ഉപയോഗിക്കുക, അങ്ങനെയൊന്നും ഇതാകാൻ പറ്റില്ല. പീപ്പിൾസിൻ്റെ റിക്വയർമെൻ്റ് ആണ്. ഇപ്പം ഫോൺ യൂസ് ചെയ്യണം, അതായത് ഇത്ര ഫോണുകളൊക്കെ ഇത്ര പ്രായക്കാർക്ക്, ഈ ഫോണുകളൊക്കെ ഒരു കുറച്ച് ഫോണുകൾ എടുത്തിട്ട് ഇതൊക്കെ പിള്ളേർക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്താൽ അത് പോസിബിൾ ആവണമെന്നില്ല. അതായത് ഹ്യൂമണാണ് തീരുമാനിക്കുന്നത്, അതായത് മേടിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ആ ഒരു കൺസ്യൂമറാണ് തീരുമാനിക്കണേ ഇതിലേത് ടൈപ്പ് ഓഫ് ഫോൺ എനിക്ക് എടുക്കണമെന്ന്. അതേപോലെ വാക്സിൻ എടുക്കുമ്പോൾ ഇതിൽ ഏത് വാക്സിൻ എടുക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണെന്നുണ്ടെങ്കിലും അത് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ അത് ആർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കണം എന്നുള്ളത് ലാബിൽ ടെസ്റ്റ് ചെയ്യുന്നവരാണ് തീരുമാനിക്കുക. നമ്മൾ ഹ്യൂമൺ അല്ല അത് തീരുമാനിക്കുന്നത്. അതാണ് എക്സ്പെരിമെൻറ്റ് കൺട്രോൾ. ഇനി ഹ്യൂമൻ ടച്ച്, അത് നേരത്തെ പറഞ്ഞ പോലെ എൻജിനീയറിംഗ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് പീപ്പിൾസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അതായത് മനുഷ്യർക്ക് ഉപകാരപ്രദമായിട്ടുള്ള വസ്തുക്കളാണ് എൻജിനീയറിംഗ് പ്രോജക്റ്റിൽ മെയിനായിട്ട് എയിം ചെയ്യുന്നത്. അതായത് മീൻസ് ഹ്യൂമൻസിന് ഡേ ടു ഡേ ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വസ്തുക്കൾ കണ്ടുപിടിക്കുക, അതിൻ്റെ സൈഡ് എഫക്ട്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക, അതൊക്കെയാണ് മെയിനായിട്ട് ഈ ഹ്യൂമൻ ടച്ചിൽ നടക്കുന്നത്. എന്നാൽ സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റിൽ ഹ്യൂമൻസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഹ്യൂമണിലോട്ട് അത് എത്തുന്നില്ല. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ നമ്മുടെ കയ്യിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ആ എക്സ്പെരിമെൻറ്റേഷൻ, അതായത് നമ്മളിപ്പോൾ ഈ ഫോൺ യൂസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എൻജിനീയറിംഗ് പ്രോജക്റ്റിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ്. നമ്മളാണ് അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ എന്തൊക്കെയാണ് അതിൻ്റെ യൂസസ് അല്ലാത്ത കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് യൂസ് ചെയ്ത് പറയുന്നത്. എന്നാൽ ലബോറട്ടറിയിൽ നടത്തുന്ന ടെസ്റ്റ് ഡയറക്റ്റ് നമ്മളായിട്ട് കോണ്ടാക്റ്റ് വരുന്നില്ല. അതാണ് ഹ്യൂമൻ ടച്ച് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇൻഫോംഡ് കോൺസെൻറ്റ്. Engineering experimentation is viewed as societal experiment since the subject and the beneficiary are human beings. നേരത്തെ പറഞ്ഞ പോയിന്റ്. In this respect, it is similar to medical experimentation on human beings. In the case of medical practice, moral and legal rights have been recognized with the planning for experimentation. Informed consent is practiced in medical experimentation. Such a practice is not there in scientific laboratory experiment. അതായത് എൻജിനീയറിംഗ് എക്സ്പെരിമെൻറ്റേഷൻ ഈസ് വിവ്ഡ് ആസ് സൊസൈറ്റൽ എക്സ്പെരിമെൻറ്റ്. നേരത്തെ പറഞ്ഞ അതായത് സൊസൈറ്റൽ എക്സ്പെരിമെൻറ്റ് സിൻസ് ദ സബ്ജക്റ്റ് ആൻഡ് ദ ബെനിഫിഷ്യറി ആർ ഹ്യൂമൻ ബീയിങ്സ്. In this respect, it is similar to medical experimentation on human being. In the case of medical practice, moral rights and legal rights have been recognized while
planning for experimentation. Informed consent in practiced medical experimentation. Such a practice is not there in scientific laboratory experiment. ഇപ്പോൾ നമ്മൾ ഹാർട്ടിൻ്റെ അതായത് ഹൃദയത്തിൽ നമ്മളൊരു പേസ് മേക്കർ വെച്ചു. അപ്പോൾ ആ പേസ് മേക്കർ വെക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള മോറൽ ആൻഡ് ലീഗൽ റൈറ്റ്സ് ആ ഹ്യൂമൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അത് ഒരു എൻജിനീയറിംഗ് പ്രൊജക്റ്റിൽ വരുന്നുണ്ട്. എന്നാൽ ലബോറട്ടറി എക്സ്പെരിമെൻറ്റിൽ നമ്മളിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആളുടെ എന്താണ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നതിൽ വെക്കുന്നതിൽ ഞങ്ങൾക്കൊരു പരാതിയില്ല എന്നൊന്നും പറഞ്ഞ് നമ്മളൊരിക്കലും ലീഗൽ റൈറ്റ്സിലോട്ടോ അത്തരം കാര്യങ്ങളിലോട്ടോ ഒന്നും പോകാറില്ല. ബട്ട് ഇപ്പോൾ നമ്മുടെ ഹൃദയം കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ പേസ് മേക്കേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അത്തരത്തിലുള്ള എൻജിനീയറിംഗ് പ്രൊജക്റ്റുകളിലോട്ട് പോകുമ്പോൾ അത് മോറൽ അല്ലെങ്കിൽ ലീഗൽ റൈറ്റ്സിലോട്ട്, അതിപ്പോൾ ഏത് പ്രൊജക്റ്റ് ആയാലും എൻജിനീയറിംഗ് പ്രൊജക്റ്റ് മോറൽ അല്ലെങ്കിൽ ലീഗൽ റൈറ്റ്സിലോട്ട് കൂടുതൽ ഇൻവോൾവ്ഡ് ആയി കിടക്കുന്നതാണ്. എന്നാൽ സയൻറ്റിഫിക് ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് സ്റ്റാൻഡേർഡ് എക്സ്പെരിമെൻറ്റിൽ അത്തരം ലീഗൽ റൈറ്റുകൾ അല്ലെങ്കിൽ മോറൽ റൈറ്റുകൾ കൂടുതലായിട്ട് റിക്വയറായിട്ട് കാണാറില്ല. ലാസ്റ്റ് വൺ ആണ് നോളജ് ഗെയിൻഡ്. Not much of new knowledge is developed in engineering experiment as in the case of scientific experiment in the laboratory. Engineering experiment at the most help us to verify the adequacy of the design, to check the stability of the design parameters and prepare for unexpected outcomes in the actual field environment. From the model tested in the laboratory to the pilot plant tested in the field, there are differences performance as well other outcomes. അതായത് നോളജ് ഗെയിൻഡ്. ഇപ്പോൾ സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റ് നോട്ട് മച്ച് ഓഫ് ന്യൂ നോളജ് ഈസ് ഡെവലപ്ഡ് ഇൻ എൻജിനീയറിംഗ് എക്സ്പെരിമെൻറ്റ്. അതായത് നമ്മുടെ അറിവ് നമുക്ക് ഇപ്പോൾ ഇൻവെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ കണ്ടുപിടിക്കാൻ നമുക്കുണ്ടായിരുന്ന അറിവുകൾ നമ്മളത് നമ്മളിപ്പോൾ പഠിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ബുക്കുകളിലൊക്കെ തിയറി ആയിട്ട് പറഞ്ഞിട്ടുള്ള അറിവുകൾ നമ്മൾ പ്രാക്ടിക്കലി കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഒരു എൻജിനീയർ എന്ന് പറയുന്നത്. അത് ഒരിക്കലും പുതിയൊരു നോളജ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഫെയിലാവുമ്പോൾ ഒരു ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്, അതിൽ നിന്ന് കുറച്ച് നോളജ് കിട്ടുന്നു എന്നല്ലാതെ ഒരു പുതിയ കംപ്ലീറ്റായിട്ടൊരു പുതിയ അറിവ് നമുക്ക് ഈ എൻജിനീയറിംഗ് എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മുടെ ഒരുപാട് പേർക്ക് കോവിഡ് വന്നിരുന്നപ്പോൾ അതെന്തുകൊണ്ടാണ് ഈ പനി വരുന്നതെന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞതിന് ശേഷം പുതിയതായൊരു രോഗം കണ്ടുപിടിക്കുകയായിരുന്നു കോവിഡ് എന്ന് പറയുന്നത്. ആ ഒരു സിമിലർ കേസ്. പക്ഷേ എൻജിനീയറിംഗ് എക്സ്പെരിമെൻറ്റ് ഇപ്പോൾ അതിൻ്റെ വാക്സിൻ കണ്ടുപിടിക്കുന്നത് തന്നെ എൻജിനീയറിംഗ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിഞ്ഞിട്ട് അതിനുള്ളൊരു റെമഡി പോലെ, അതായത് സംഭവം എന്താണെന്നറിയാം, അതിനെതിരെ ഉള്ളൊരു വർക്ക്, അങ്ങനെയാണ് എൻജിനീയറിംഗ് പ്രൊജക്റ്റ് പറയുന്നത്. അതായത് എൻജിനീയറിംഗ് പ്രോജക്റ്റ് വെരിഫൈ ദ അഡിക്വസി ഓഫ് ഡിസൈൻ, അതായത് അതിൻ്റെ ക്വാളിറ്റി ഓഫ് ഡിസൈൻ ചെക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ടു ചെക്ക് ദ സ്റ്റെബിലിറ്റി ഡിസൈൻ പാരാമീറ്റേഴ്സിൻ്റെ സ്റ്റെബിലിറ്റി ചെക്ക് ചെയ്യുക. ടു പ്രിപ്പയർ ദ അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം, അത് ആക്ച്വൽ ഫീൽഡ് എൻവയോൺമെൻറ്റിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഔട്ട്കമ്മുകൾ പ്രിപ്പയർ ചെയ്യുക. ഇതൊക്കെയാണ് എൻജിനീയറിംഗ് എക്സ്പെരിമെൻറ്റിൽ നടക്കുന്നത്. അല്ലാതെ പുതുതായിട്ടുള്ള നോളജ് ഒന്നും എൻജിനീയറിംഗ് എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ലഭിക്കുന്നില്ല. ബട്ട് സയൻറ്റിഫിക് എക്സ്പെരിമെൻറ്റിലാണെങ്കിൽ ഒരുപാട് കേസസിൽ നമ്മൾ ലബോറട്ടറി ടെസ്റ്റ് ചെയ്യുന്നത് പുതിയ പുതിയ അറിവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത്ര നേരം നമ്മൾ എൻജിനീയറിംഗ് ആസ് എ സോഷ്യൽ എക്സ്പെരിമെൻ്റ് എന്നാണ് പറഞ്ഞത്. ഇനി എൻജിനീയർ ആസ് റെസ്പോൺസിബിൾ എക്സ്പെരിമെൻറ്റേഴ്സ്. Although the engineers facilitate experiments, they are not alone in the field. The responsibility is shared with the organizers, peoples, governments, and others. Engineers share a greater responsibility while monitoring the project, identifying the risk, and informing the clients and the public with fact. Based on this, they can take decision to participate or protest or പ്രൊമോട്ട്. അതായത് എൻജിനീയറിങ് ആസ് എ സോഷ്യൽ എക്സ്പെരിമെൻറ്റേഴ്സ് മാത്രമല്ല, റെസ്പോൺസിബിളും കൂടിയാണ്. അതായത് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ, പീപ്പിൾ, ഗവൺമെൻറ്, അവരോടൊക്കെ ഉള്ള റെസ്പോൺസിബിലിറ്റീസസ് ഉണ്ട്. നമുക്ക് എൻജിനീയറിങ് പഠിച്ച്
ഒരു 4 വർഷം കഴിഞ്ഞ് നിങ്ങളിപ്പോൾ എഞ്ചിനീയറിംഗ് പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട് സൊസൈറ്റിയിൽ എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സൊസൈറ്റിക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അത് പീപ്പിൾസിനായിക്കോട്ടെ, ഓർഗനൈസേഷനായിക്കോട്ടെ, ഗവൺമെൻറ്, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള രീതിയിലും നിങ്ങളൊരു റെസ്പോൺസിബിൾ പേഴ്സണാണ്. നിങ്ങൾക്കറിയാവുന്ന നോളജ് വെച്ച് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇൻവെൻറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. പിന്നെ എഞ്ചിനീയർ ഷെയർസ് എ ഗ്രേറ്റർ റെസ്പോൺസിബിലിറ്റി വൈൽ മോണിറ്ററിങ് ദ പ്രോജക്റ്റ്, ഐഡൻറ്റിഫൈ ദ റിസ്ക് ആൻഡ് ഇൻഫോം ദ ക്ലയൻറ്റ്സ് ആൻഡ് ദ പബ്ലിക് വിത്ത് ഫാക്ട്. ഇപ്പോൾ നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ള നോളജ് വെച്ചിട്ട് ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഫെയിലിയേഴ്സ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതത് ആൾക്കാരെ അറിയിക്കുക, അല്ലെങ്കിൽ അതത് ഹെഡുകളെ അറിയിക്കുക. അതായത് നമ്മുടെ പ്രൊജക്റ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്ലയൻസിനെ അറിയിക്കുക, പിന്നെ പബ്ലിക്കിനെ അറിയിക്കുക എന്ന് പറയുന്നതും ഒരു എഞ്ചിനീയറിൻ്റെ റെസ്പോൺസിബിലിറ്റീസാണ്. സോ ബേസ്ഡ് ഓൺ ദിസ് ദേ ക്യാൻ ടേക്ക് ഡിസിഷൻ. ആ ഒരു നോളജ് വെച്ചിട്ട് നമുക്ക് ഡിസിഷൻ എടുക്കാനോ, അല്ലെങ്കിൽ ഡിസിഷൻസ് ടു പാർട്ടിസിപ്പേറ്റ്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ, പ്രൊട്ടസ്റ്റ് ചെയ്യാനോ, പ്രൊമോട്ട് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കാനുള്ള ഒരു അവകാശം, അല്ലെങ്കിൽ റൈറ്റ്സ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി എഞ്ചിനീയേഴ്സിന് ഉണ്ട്. ഇനി the engineer as an experimenter owes several responsibilities to the society, namely conscientious commitment. അങ്ങനെ തന്നെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നത്. കോൺഷ്യസ് കമ്മിറ്റ്മെൻറ്റ് ടു live by moral values, a comprehensive perspective on relevant information. It includes constant awareness of the progress of the experiment and readiness to monitor the side effect, if any. Then unrestricted free personal involvement in all steps of the project or product development. Autonomy. Be accountable for the result of the project. Accountability. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നുണ്ട്. ഇനി എഞ്ചിനീയറിംഗ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ്റെ ഡിഫറൻസസ്, അല്ലെങ്കിൽ അതിന് കമ്പാരിസൺ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഒബ്ജക്റ്റീവ് ഈസ് ടു സോൾവ് പ്രോബ്ലം വിത്ത് ഓഫൻ ഇൻവോൾവ്സ്. എക്സ്പെരിമെൻറ്റേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു ഫൈൻഡ് ന്യൂ നോളജ് ഓർ ആൻസേഴ്സ് വിച്ച് ഓൾസോ ഇൻവോൾവ്സ്. അതിൻ്റെ സിമിലാരിറ്റീസും എന്തൊക്കെയാണ് അതിൻ്റെ കമ്പാരിസൺ എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ഈ ബോക്സ് ആക്കി കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആസ് എക്സ്പെരിമെൻ്റ് സെവറൽ റെസ്പോൺസിബിലിറ്റീസ്, എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞേക്കാണ്. അതിൽ ആദ്യത്തെയാണ് കോൺഷ്യൻഷ്യസ്. ഫസ്റ്റ് വൺ, ബീയിങ് സെൻസിറ്റീവ് ടു ഫുൾ റേഞ്ച് ഓഫ് മോറൽ വാല്യൂസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് സെൻസിറ്റീവ് ടു ഫുൾ റേഞ്ച് ഓഫ് മോറൽ വാല്യൂസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. മോറൽ വാല്യൂസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഏത് സിറ്റുവേഷനിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റെലവൻറ്റ് സിറ്റുവേഷൻസിൽ മോറൽ വാല്യൂസും റെസ്പോൺസിബിലിറ്റീസും കാണിക്കാനുള്ള ഫുൾ സെൻസിറ്റീവ് ആയിട്ടിരിക്കണം. ആൻഡ് വില്ലിങ് ടു ഡെവലപ്പ് ദ സ്കിൽ ആൻഡ് പുട്ട് എഫേർട്ട് നീഡഡ് ടു റീച്ച് ദ ബെസ്റ്റ് ബാലൻസ് പോസിബിൾ എമംഗ് ദോസ് കൺസിഡറേഷൻ. അതായത് നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് അതോടൊപ്പം തന്നെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എത്രത്തോളം മാക്സിമം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കണം എന്നുള്ളതാണ് ഈ പോയിൻറ്റിൻ്റെ പറയുന്നത്. ഇൻ ഷോർട്ട്, എഞ്ചിനീയർ മസ്റ്റ് പോസസ് ഓപ്പൺ ഐസ്, ഓപ്പൺ ഇയേഴ്സ് ആൻഡ് ഓപ്പൺ മൈൻഡ്. അത് മെയിനായിട്ട് പറയുന്നത് നമ്മളെപ്പോഴും കണ്ണ് തുറന്നിരിക്കുക, അത് കാത് തുറന്നിരിക്കുക, അതേപോലെ തന്നെ മനസ്സും തുറന്നിരിക്കുക. അത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ല, നമ്മളിവിടെ എത്തിക്സാണ് പഠിക്കുന്നത്, എല്ലാം മോറൽ വ്യൂസിലായിരിക്കണം. അതായത് എപ്പോഴും കണ്ണ് ഓപ്പൺ ആയിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ മോറൽ വിഷൻസ് ആയിട്ടിരിക്കുക, മോറൽ ലിസണേഴ്സ് ആവുക, അതേപോലെ തന്നെ മോറൽ റീസണിങ്. ആ ഒരു വ്യൂവിലാണ് നമ്മൾ എല്ലാ തരത്തിലും അലേർട്ടായിട്ടിരിക്കണം എന്ന് പറയുന്നത്. This makes the engineer as social experiments respect foremost the safety and health of the affected, while they seek to enrich their knowledge, rush for the profit, follow the rules, or care for only the beneficiary. The human rights of the participants should be protected through voluntary and informed consent. The next one ആണ് comprehensive perspective.
Comprehensive perspective, the engineer should grasp the context of his work and ensure that the work involved result in only moral ends. അതായത് നമ്മുടെ വർക്ക് എപ്പോഴും എൻഡ് ചെയ്യുന്നതിൽ ഒരു മൊറാലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് കോംപ്രഹെൻസീവ് പെർസ്പെക്റ്റീവിൽ പറയുന്നത്. ദ എഞ്ചിനീയർ ഷുഡ് ഗ്രാസ്പ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹിസ് വർക്ക് ആൻഡ് എൻഷുർ ദാറ്റ് ദ വർക്ക് ഇൻവോൾവ്ഡ് റിസൾട്ട് ഇൻ ഓൺലി മോറൽ എൻഡ്സ്. വൺ ഷുഡ് നോട്ട് ഇഗ്നോർ ഹിസ് കോൺസൈസ് if the product or project that he is involved will result in damaging the nervous system of the people. അതായത് ഒരിക്കലും നമ്മുടെ ഇതെന്ന് പറയുന്നത് മോറൽ അല്ലാത്ത രീതിയിലാവരുത് എന്നുള്ളത് തന്നെയാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A product has built-in obsolete or redundant component to boost sale with a false claim. In processing of this perspective of factual information, the engineer should exhibit a moral concern and not agree for this design. അതായത് എന്തെങ്കിലും നമുക്ക് നമ്മുടെ ലാഭത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും മോറൽ അല്ലാത്തൊരു എൻഡിങ്ങിലോട്ട് നമ്മുടെ പ്രൊജക്റ്റ് കൊണ്ടുവരരുത്. ആ ഒരു റെസ്പോൺസിബിലിറ്റിയും ആർക്കുണ്ട്? എൻജിനീയറിനുണ്ട്. ദെൻ മോറൽ ഓട്ടോണമി. Viewing engineering as social experimentation and anticipating unknown consequences should promote an attitude of questioning about the adequacy of existing economic and safety standards. This proves a greater sense of personal involvement in one's work. Moral autonomy means viewing engineering as social experimentation and anticipating unknown consequences should promote an attitude of questioning about the adequacy of the existing economic and safety standards. അതായത് unknown consequences should promote an attitude of questioning about adequacy. Adequacy means quality of existing economic and safety standards. അതായത് എക്സിസ്റ്റിംഗ് എക്കണോമിക് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിൻ്റെ ക്വാളിറ്റിയിലേക്കുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ക്വാളിറ്റീസൊക്കെ എന്താണെന്ന് ചെക്ക് ചെയ്യാനുള്ള എന്താ പറയുക ക്വസ്റ്റ്യൻസ് പ്രൊമോട്ട് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ക്വസ്റ്റ്യനിങ് അബൌട്ട്. അതായത് അവർക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരുപാട് അതിൻ്റെ ക്വാളിറ്റീനെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് എക്കണോമിക് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിനുള്ള ക്വാളിറ്റീസ് ക്വസ്റ്റ്യനിങ് ചെയ്യാനുള്ള ഒരു ഇത്, അതാണ് മോറൽ ഓട്ടോണമി. അത് പറയുന്നത് വെച്ചാൽ ഒരാളുടെ വർക്കിനെ എത്രത്തോളം പേഴ്സണൽ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്, ആ ഒരു അതാണ് മൈൻഡ്. അതായത് ദിസ് പ്രൂവ്സ് എ ഗ്രേറ്റർ സെൻസ് ഓഫ് പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് ഇൻ വൺസ് വർക്ക്. ഒരാളുടെ വർക്കിൽ എത്രത്തോളം പേഴ്സണൽ ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ആവാൻ പറ്റും എന്നുള്ള ഒരു പോയിൻ്റാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് അക്കൗണ്ടബിലിറ്റി. അക്കൗണ്ടബിലിറ്റി എന്ന് വെച്ചാൽ ദ കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ആക്ട് ഓൺ മോറൽ റീസൺസ്. കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ആക്ട് ഓൺ മോറൽ റീസൺസ്. സെക്കൻഡ് വൺ, വില്ലിങ്നെസ് ടു സബ്മിറ്റ് വൺസ് ആക്ഷൻസ് ടു മോറൽ സ്ക്രൂട്ടിനിറ്റി and be responsive to the assessment of others. It includes being answerable for meeting specific obligation, that is liable to justify the decisions, actions or means and outcomes when required by the stakeholders or by law. The tug of war between of casual influences by the employers and moral responsibilities of the employee is quite common in professions. In the engineering practice, the problems are the fragmentation of work in a project inevitability makes the final products lie away from the immediate workplace and lessens the personal responsibility of the employee. Second one, further the responsibilities diffuses into various hierarchies and to various people. Nobody gets the real feel of personal responsibility. Third, often projects are executed one after another. An employee is more interested in adherence of tight schedules rather than giving personal care for the current project.
Last, more litigation is to be faced by engineers. This makes them wary of showing moral concerns beyond what is prescribed by the institutions. In spite of all these shortcomings, engineers are expected to face the risk and show up personal responsibilities as the professional demands.